ഭരണാധികാരം അട്ടിമറിക്കാൻ ഹണി ട്രാപ്പ്. കർണാടകയിൽ 48 ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ലൈംഗികാരോപണ കുരുക്കിൽ. അധികാരം പിടിക്കാൻ കോടികൾക്ക് പുറമെ ലൈംഗിക വേട്ടയാടലും. കർണാടകയിൽ വിവാദം പുകയുന്നു. കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ഹണി ട്രാപ്പ് വിവാദം. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖരടക്കമുള്ള 48 നേതാക്കളാണ് ലൈംഗിക അധിക്ഷേപ കുരുക്കിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. കർണാടക നിയമസഭയിൽ സഹകരണ മന്ത്രി KN രാജണ്ണയാണ് അത്യധികം ഗുരുതരമായ ഈ വിധമൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. നിയമസഭാ സാമാജികരടക്കം ഈ വിധത്തിൽ ഹണി ട്രാപ്പ് ഭീതിയിലാണെന്നും തന്നെ വരെ ഈ വിധത്തിൽ ലൈംഗിക കുരുക്കിൽപ്പെടുത്താൻ നീക്കം നടന്നതായും മന്ത്രി KN രാജണ്ണ നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാന ഭരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഹണി ട്രാപ്പ് എന്ന വിധത്തിലുള്ള സംശയങ്ങളും ഇതിനോടകം ശക്തമായിട്ടുണ്ട്. സമാന ആരോപണങ്ങളുമായി കർണാടകയിലെ BJP നേതൃത്വവും ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ കർണാടക രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. ഇതിനു മുമ്പ് നിയമസഭാംഗം സഭാ നടപടികൾക്കിടയിൽ ഫോണിൽ പോൺ വീഡിയോ കണ്ട ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരുന്നത്. രാഷ്ട്രീയ നേതാവ് ബലാത്സംഗ കേസിൽപ്പെട്ടതും ചർച്ചയായതാണ്. നിരവധി നേതാക്കൾക്കെതിരെ പലതവണ ഹണി ട്രാപ്പ് ആരോപണങ്ങൾക്കും കർണാടക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി കർണാടക രാഷ്ട്രീയത്തിൽ ലൈംഗിക കുരുക്കുകളിൽ രാഷ്ട്രീയ നേതാക്കളെ പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്, BJP, JDS തുടങ്ങിയ പാർട്ടികളിലെ നേതാക്കൾ ഈ വിധത്തിൽ തേൻകെണിയുടെ ഇരകളായി മാറിയിട്ടുമുണ്ട്. കർണാടകയിൽ ഒരു മന്ത്രിയെ ലക്ഷ്യം വെച്ച് ഇതിനു മുമ്പ് 2 തവണയാണ് ലൈംഗിക കെണിയിൽ കുരുക്കാൻ ശ്രമം നടന്നതെന്ന് മന്ത്രി സതീഷ് ജാർക്കിഹോളിയും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ അതൊന്നും വിജയിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അട്ടിമറിയിലൂടെ അധികാരം പിടിക്കാൻ കർണാടകയിൽ നേതാക്കൾ നടത്തുന്ന തന്ത്രങ്ങൾ കുപ്രസിദ്ധമാണ്. കോടികൾ വാരിവിതറി ഒപ്പം നിർത്തുന്നതും അതിനായി നേതാക്കളെ റിസോർട്ടിലെത്തിച്ച് സുരക്ഷ ഏർപ്പെടുത്തുന്നതുമൊന്നും പുതിയ കാര്യമേയല്ല. അതിനോടൊപ്പമാണ് ജനപ്രതിനിധികളെ ലൈംഗിക കെണികളിൽപ്പെടുത്തി അധികാരമുറപ്പിക്കാനുള്ള കുതന്ത്രങ്ങളും അരങ്ങേറുന്നത്. കർണാടക സഹകരണ വകുപ്പ് മന്ത്രി രാജണ്ണ സഭയിൽ ചൂണ്ടിക്കാണിച്ചതും ഈ വിധം അപകടാവസ്ഥ തന്നെയാണ്. തുംകൂറിൽ നിന്നുള്ള 2 മന്ത്രിമാർ ഹണി ട്രാപ്പിൽപ്പെട്ടുവെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു മന്ത്രി താനാണെന്നും മറ്റൊരു മന്ത്രി ഡോക്ടർ പരമേശ്വരയാണെന്നും രാജണ്ണ ചൂണ്ടിക്കാണിക്കുന്നു. തനിക്കെതിരെ ട്രാപ്പിനുള്ള ശ്രമം നടന്നതായും എന്നാൽ തനിക്കത് അതിജീവിക്കാൻ കഴിഞ്ഞതായും മന്ത്രി രാജണ്ണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിനായി ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കർണാടക രാഷ്ട്രീയം എത്തിച്ചേർന്നു നിൽക്കുന്ന അത്യന്തം ഭീഷണമായ അവസ്ഥയിലേക്കാണ് ഈ വസ്തുതകൾ വിരൽ ചൂണ്ടുന്നത്. തേൻകെണിയിൽപ്പെട്ടിരിക്കുന്നത് 48 ഉന്നത നേതാക്കളാണെന്നത് ചെറിയ കാര്യമല്ല. കർണാടകയിലെ ഭരണം അട്ടിമറിക്കാനായി വിദഗ്ധ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന BJP നേതൃത്വത്തിന്റെ ആരോപണം ഏറെ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാറിയാൽ പകരം വരാനിടയുള്ള നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കമാണ് ഹണി ട്രാപ്പിലൂടെ ഇപ്പോൾ നടക്കുന്നതെന്നാണ് സൂചന. വ്യക്തമായ അന്വേഷണത്തിലൂടെ ഹണി ട്രാപ്പിന് പുറകിൽ പ്രവർത്തിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരും ഉയർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിനായി സിറ്റിംഗ് ജഡ്ജിയെ ചുമതലപ്പെടുത്തി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് R അശോകൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. ബോധപൂർവം ലൈംഗിക കുരുക്കിൽപ്പെടുത്താൻ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി G പരമേശ്വര പ്രതികരിച്ചത് ഏറെ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. ലൈംഗിക കെണിയിൽ കുരുക്കി ഭരണാധികാരം അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുവെന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹണി ട്രാപ്പിന്റെ അടിയൊഴുക്കുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്.